ആൻഡ് റിമൈൻഡർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. എനി ഈവൻ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 2n where n is one of the numbers 0 to 1, 0, 1, 2, 3, 4 etc. അല്ലേ. എന്താണ് ഈവൻ നമ്പറിനെ നമുക്ക് എന്താക്കാം, ഈ ആൾജിബ്ര രീതിയിൽ 2n എഴുതാം. എന്നിന് 1, 2, 3, 0, 1, 2, 3 എന്ന് കൊടുക്കുക കേട്ടോ. 0 എന്ന് പറയുന്നത് എന്താണ് ഈവൻ നമ്പർ തന്നെയാണ് അല്ലേ. അപ്പോൾ 2ക്ക് എന്നിന് 0 കൊടുത്താൽ 2 ഇൻറ്റു 0 0. ഓക്കെ. ഇനി എന്നിന് 1 കൊടുത്ത് നോക്കൂ, 2 ഇൻറ്റു 1 2 അല്ലേ. പിന്നെ 2ന് 2 കൊടുത്ത് നോക്കൂ, 2 ഇൻറ്റു 2 4 അല്ലേ. 2ന് 3 കൊടുത്ത് നോക്കൂ, 2 ഇൻറ്റു 3 6 അല്ലേ. അപ്പോൾ അതെന്താണ് ഒക്കെ ഈവൻ നമ്പറാണ് അല്ലേ. അപ്പോൾ ഏത് ഈവൻ നമ്പറിനെ നമുക്ക് എന്താണ് ഈ ആൾജിബ്ര വെച്ചിട്ട് 2 എന്ന് എഴുതാം. ഓക്കെ. അതുപോലെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. എന്താണ് ഈവൻ നമ്പർ പറഞ്ഞാൽ 2 4 6 8 എക്സെട്ര അല്ലേ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 3 5 7 അങ്ങനത്തെ നമ്പേഴ്സ് അല്ലേ, 7 9 എക്സെട്ര അല്ലേ. ആ നമ്പറാണ് ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ഓഡ് നമ്പർ നമ്മൾക്ക് ഇങ്ങനെ ഈ ആൾജിബ്ര വെച്ച് എഴുതുക. എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 2n + 1 വേർ n ഈസ് വൺ ഓഫ് ദ നമ്പേഴ്സ് 0 1 2 3 എക്സെട്ര അല്ലേ. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ നമ്മൾക്ക് ആൾജിബ്ര വെച്ച് എഴുതണമെങ്കിൽ 2n + 1. ഈവൻ നമ്പർ ആണെങ്കിൽ 2n, ഓഡ് നമ്പർ ആണെങ്കിൽ 2n + 1. ഓക്കെ. ആ എന്നിന് നമുക്ക് 0 1 2 3 4 കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കൂ, എന്നിന് 0 കൊടുത്ത് നോക്കൂ, 2 ഇൻറ്റു 0. 2n + 1ലാണ് എന്താക്കുന്നത് നമ്മൾ എന്നിന്. ഈ 2n + 1ലാണ് എന്നെ 0 കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 0 പറഞ്ഞാൽ 0. 0 + 1 എന്ന് പറഞ്ഞാൽ എന്താണ് 1 അല്ലേ. ദെൻ അടുത്ത് 1 എന്താണ് ഈ ഓഡ് നമ്പറാണ് അല്ലേ. ഇനി എന്നിന് എന്താണ് 1 കൊടുത്ത് നോക്കൂ, 2 ഇൻറ്റു 1 2. 2 + 1 എന്താണ് 3 അല്ലേ. 3 എന്താണ് ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഏത് ഓർഡർ നമ്പറിനെ നമ്മൾ എന്താണ് ആൾജിബ്ര വെച്ച് എഴുതുമ്പോൾ 2n + 1 എഴുതുക കേട്ടോ. ഓക്കെ. ഇവിടെ നോക്ക്, 3നോട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കിട്ടുന്ന ബേസിൽ നമുക്ക് ഇങ്ങനെ നമ്പർ ഓഫ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാം. നോക്കുക. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പർ 0 3 6 9 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിനെ നമ്മൾ 3നോട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. ഡിവിഷൻ ബൈ 3 0, റിമൈൻഡർ 0 ആണ്. ഡിവിഷൻ ബൈ 3നോട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ് 3 എന്ന് എഴുതുക അല്ലേ. എന്നിന് 0 1 2 3 എന്ന് കൊടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്പർ 1 4 7 10 എന്ന് പറഞ്ഞൊരു നമ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താണ് 3നോട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും 1 ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കൂ, 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എന്താ 1 അല്ലേ. 4 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ റിമൈൻഡർ 1 അല്ലേ. 7 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് റിമൈൻഡർ 1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 3നോട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ആൾജിബ്രിക് ഫോം ഇങ്ങനെ എഴുതാം 3n + 1 അല്ലേ. n = 0 1 2 3 എക്സെട്ര. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്പർ നോക്കൂ, 2 5 8 11 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ 3നോട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും നോക്കൂ. 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 2 തന്നെ ഇവിടെ. ഇനി 5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് 1 3 is 3. അപ്പോൾ 3, അപ്പോൾ 5 - 3 2 അല്ലേ. റിമൈൻഡർ എന്ത് കിട്ടി 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ റിമൈൻഡർ 2. അങ്ങനെ ഇതും എനിക്ക് എന്താ റിമൈൻഡർ 2 കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ ആൾജിബ്രിക് ഫോമിൽ എങ്ങനെ എഴുതാം 3n + 2. Number leaving remainder 1 on division by 3 and number leaving remainder 2 on division by 3. Explain using algebra why the sum of any two such numbers is divisible by 3. എന്താണ് ഈ ഒരു നമ്പർ ആഡ് ചെയ്യാം. ആഡ് എ നമ്പർ ലീവിങ് റിമൈൻഡർ 1. എന്താ റിമൈൻഡർ 1 വരണം അല്ലേ. എന്തിനോട് ഡിവിഷൻ ചെയ്യുമ്പോൾ 3നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. ആൻഡ് നമ്പർ ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. പിന്നെ ഒരു നമ്പർ നിങ്ങൾ എടുത്തിട്ട് എന്താക്കുക ഡിവൈഡ് ചെയ്യുക 3നോട്, എന്നിട്ട് റിമൈൻഡർ 2 വരണം. ഓക്കെ. അതെന്താണ് അത് ചെയ്തതിന് ശേഷം എന്താണ് ആൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സം ഓഫ് എനി 2 സച്ച് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3 എന്താണ് ചോദ്യം ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് 3നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു നമ്പറും പിന്നെന്താണ് 3നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക അത് ആൾജിബ്ര വെച്ച് എന്താക്കുക നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ 2 നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് എന്താണ് 3നോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ഓക്കെ. ഇനി മലയാളത്തിൽ നോക്കിയേ, 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരുന്ന ഒരു സംഖ്യയും മിച്ചം 2 വരുന്ന ഒരു സംഖ്യയും തമ്മിൽ കൂട്ടുക. ഓക്കെ. ആദ്യം എന്താണ് ഒരു സംഖ്യ എടുക്കുക. അപ്പോൾ അതിനെ 3 കൊണ്ട് ഹരിക്കുന്ന എന്താണ് മിച്ചം 1 വരണം, റിമൈൻഡർ 1 വരണം അല്ലേ ഒരു സംഖ്യയും. അതുപോലെ എന്താണ് റിമൈൻഡർ 2 മിച്ചം 2 വരുന്ന ഒരു സംഖ്യയും കൂടി എന്താണ് തമ്മിൽ കൂട്ടുക. ഇത്തരം 2 സംഖ്യകളുടെ തുകയും 3 കൊണ്ട് എന്താണ് മിച്ചമില്ലാതെ ഹരിക്കാതെ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാമെന്നതിൻ്റെ കാരണം എന്താണ് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം.
ഫസ്റ്റ് എന്താണ് ഡിവൈഡഡ് ബൈ 3, 3 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് അല്ലേ, ഇവിടെ മുകളിലുണ്ട് റിമൈൻഡർ 1 ഡിവിഷൻ ബൈ 3. അപ്പോൾ ഇതിലേതെങ്കിലും നമ്പർ നമ്മൾ എടുത്താലോ 7 എടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ 7 അതെന്താണ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഡിവിഷൻ റിമൈൻഡർ 1 കിട്ടും അല്ലേ. 2 3 6, അപ്പോൾ 6ൽ 7 - 6 3 1 ആണ്, അപ്പോൾ റിമൈൻഡർ 1 അല്ലേ. അപ്പോൾ അത് കിട്ടി. പ്ലസ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, വേറെ എന്താണ് 3 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്നത് അല്ലേ. റിമൈൻഡർ 2 വരുന്നത് അവിടെ തന്നെ ഉണ്ട് അല്ലേ. ഏതാണെങ്കിൽ ഏതെങ്കിലും നമുക്കൊന്ന് എടുക്കാം, 5 എടുക്കാം നമുക്ക്. അപ്പം അത് എന്താണ് 5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്താണ് 1 3 is 3. അപ്പോൾ 5 - 3 പറയുമ്പോൾ 2, അപ്പോൾ റിമൈൻഡർ 2 കിട്ടി അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് കിട്ടുക, ആ സംഖ്യ അല്ലേ, ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും, 7 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 അല്ലേ. അപ്പോൾ 12 എന്താണ് 3 ഡിവൈഡ് ചെയ്ത് എത്രയാണ്, അതിൻ്റെ റിമൈൻഡർ 0 ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ 7 + 5 = 12. 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്, 4 3 are 12. അപ്പോൾ റിമൈൻഡർ എന്ത് വരും, 0 അല്ലേ. ഓക്കെ. ഇനി എന്താണ്, ഇത് ആൾജിബ്ര വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആൾജിബ്ര വെച്ച് ചെയ്താലോ. ഇവിടെ നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട് അല്ലേ, 3n + 1, അതായത് റിമൈൻഡർ 1 വരുന്ന ഏതാണ്, 3n + 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 3n + 1 3n + 1 പിന്നെ പ്ലസ് ചെയ്യുക അല്ലേ. ഇതിനോട് എന്താണ് റിമൈൻഡർ 2 വരുന്നത് അല്ലേ, മിച്ചം 2 വരുന്നത് ഏതാണ്, 3n + 2 അല്ലേ. അപ്പോൾ 3n + 2 = ഓക്കെ. അപ്പം ഇത് എന്താണ്, അതിനെ ഇത് വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, എന്ത് ആൾജിബ്ര വെച്ച് ചെയ്യാൻ, ബീജഗണിതം വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താക്കിയത്, അതിൻ്റെ ഈ ആൾജിബ്രിക് ഫോം എടുത്തത് കേട്ടോ. അപ്പോൾ റിമൈൻഡർ 1 വരുന്ന ഏതാണ്, 3n + 1, റിമൈൻഡർ 2 വരുന്നത് 3n + 2 അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ 3n + 1 + 3n + 2 അത് രണ്ടും കൂടി ആഡ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക, 3n അല്ലേ. 3n 3n എത്രയാണ്, 6n അല്ലേ. അപ്പോൾ 3n + 3n 6n പ്ലസ് പിന്നെ എന്താണ് ഇവിടെ വരുന്നത്, 1 + 2 എത്രയാണ്, 3 അല്ലേ. അപ്പോൾ 6n + 3n. ഇനി ഇതിൽ രണ്ടിലും 3 കോമൺ ആണല്ലോ, അപ്പോൾ നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. = 3 ഇൻറ്റു പിന്നെ 6ന്ന് 3 പുറത്തെടുത്ത് എത്രയാണ്, 6 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക എത്രയാണ്, 2 അല്ലേ. അപ്പോൾ 2n പ്ലസ് പിന്നെ 3ന്ന് 3 ഡിവൈഡ് ചെയ്ത 3 ഡിവൈഡഡ് ബൈ 3, 3ന്ന് പുറത്തെടുത്ത് എന്ത് വരും, 3 ഡിവൈഡഡ് ബൈ 3 1 അല്ലേ. അപ്പം ഓക്കെ 3 × n + 1 കണ്ടോ. അപ്പോൾ ഇതെന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ എന്താണ് ഇതെന്താണ് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതാണ് ആൾജിബ്ര വെച്ച് എഴുതിയത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, the number 12 23 34 etc. are got by starting with 12 and adding 11 again and again. അപ്പോൾ എന്താ, നമ്പേഴ്സ് 12 23 34 etc. are got by starting with 12 and adding 11 again and again. എന്താ ചോദ്യം നോക്കിയേ, 12ൽ നിന്ന് തുടങ്ങി വീണ്ടും 11 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് എന്ത്, 12 23 24 അല്ലേ. 12ൽ നിന്ന് തുടങ്ങുക, 12നോട് 11 കൂട്ടിയാൽ എന്താണ്, 12നോട് 11 കൂട്ടിയാൽ 23, 23നോട് 11 കൂട്ടിയാൽ 34 അല്ലേ. അങ്ങനത്തെ നമ്പേഴ്സാണ് എന്ത്, 12 23 34 എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്, വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11. വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11 അല്ലേ. ഈ നമ്പറിൽ ഏതിനെയും 11 കൊണ്ട് ഹരിച്ചാൽ എന്താണ്, മിച്ചം എത്രയാണ്, റിമൈൻഡർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് നമ്പറിനോട് നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എത്രയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താക്കാം, 12 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 11 12 ഹരിക്കണം 11 ചെയ്താൽ എന്താ കിട്ടുക, നമുക്ക് റിമൈൻഡർ 1 ആണ് അല്ലേ. അതുപോലെ 23നോട് 11 ചെയ്ത് നോക്കൂ, എത്രയാണ്, 2 11 22. അപ്പോൾ 23ന്ന് 22 മൈനസ് ചെയ്താൽ 1. ഇതും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ റിമൈൻഡർ എത്രയാണ് കിട്ടുക 1 കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കാം, റിമൈൻഡർ ഇവിടെ 1 എന്ന് എഴുതാം. അപ്പോൾ റിമൈൻഡർ = 1 അല്ലേ. മിച്ചം = 1 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദ ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പർ. ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ആൾജിബ്രിക് ഫോം എന്താണ്, ഈ നമ്പറിൻ്റെ ഒക്കെ
എന്താണ് ജനറലായിട്ട് ആൾജിബ്രിക് ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൾജിബ്രിക് ഫോമിൽ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാം? ആദ്യം നമുക്ക് എന്താക്കുക, ആദ്യം നമ്പർ തന്നിരിക്കുന്ന ഏതാണ്? 12, 23, 24, 34 അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ 12 is equal to 11 plus 1 ആണല്ലോ, 11 plus 1 അല്ലേ? പിന്നെ അതുപോലെ എന്താണ് 23 is equal to 23 34 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 12 is equal to 11 plus 1. പിന്നെന്താണ് 23 is equal to 22 plus 1. ഈ 22 plus 1നെ നമുക്ക് എന്താക്കാം, ഈക്വൽ ടു 2 into 11 എഴുതിക്കൂടെ? 2 into 11 plus 1 എഴുതാം അല്ലേ? 2 into 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 22 plus 1 അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് 34 അല്ലേ? അപ്പോൾ 34 നമുക്ക് ഇങ്ങനെ എഴുതാം 3 into 11 plus 1 അല്ലേ? അതായത് എന്താണ് 34 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 plus 1 അല്ലേ? 33 plus 1 is equal to ആ 33 എന്താണ് 3 into 11 എഴുതല്ലേ, പ്ലസ് 1 എഴുതാം. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ എന്താണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? nth ടേമിനെ എങ്ങനെ എഴുതാം? അപ്പം nth ടേം is equal to എന്ന് പറഞ്ഞിട്ട് എഴുതുക എങ്ങനെയാണ്? അതായത് ഇതിപ്പോൾ എന്താണ് 12, 23, 34 എന്ന് പറഞ്ഞ് പോവല്ലേ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1 into 11 പ്ലസ് എഴുതി കൂടെ? 1 into 11 പ്ലസ് 1 ഏത് ഈ മുകളിലത്തെ കേട്ടോ. ഓക്കെ, ഇതിലങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് 1 നമ്മൾ എന്താക്കി? 12നെ നമ്മൾ 1 into 11 പ്ലസ് 1 എഴുതി. പിന്നെ 23നെ 2 into 11 പ്ലസ് 1 എഴുതി. 34നെ 3 into 11 പ്ലസ് 1 എഴുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് nth ടേമിന് nth ടേം ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് nth ടേമിനെ നമുക്ക് എന്താക്കുക? nth ടേം ഇസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം. ഒന്നാമത്തേതാണെങ്കിൽ 1 ഇൻറ്റു അല്ലേ? 12 ആണല്ലോ ഫസ്റ്റ് 1, അപ്പോൾ 1 ഇൻറ്റു അല്ലേ? രണ്ടാമത്തെ 2 ഇൻറ്റു, മൂന്നാമത്തേതാണെങ്കിൽ 3 ഇൻറ്റു അല്ലേ? 11 ആണ് അല്ലേ? അപ്പോൾ അതേപോലെ nth ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു 11 പ്ലസ് 1 എഴുതി കൂടെ? n ഇൻറ്റു 11 പ്ലസ് 1 അല്ലേ? അതാണ് എന്ത് nth ടേം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ n ഇൻറ്റു 11 പ്ലസ് 1. ഓക്കെ, അപ്പോൾ nth ടൈം നമുക്ക് അങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇതാണിത് ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ n into 11നെ നമുക്ക് എന്താക്കി 11n എഴുതിട്ടോ. 11n plus 1 ആൾജിബ്രിക് ഫോം. n ഈസ് എന്താണ് നാച്ചുറൽ നമ്പർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായാലും പറയുന്നത് നോക്കിയേ. ഈസ് 100 എമംഗ് ദീസ് നമ്പർ? ഇതിലെന്താണ് 100 ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് അബൌട്ട് 1000 ഉണ്ടാവുമോ എന്ന് അല്ലേ? എന്താണ് 100 എന്ന സംഖ്യ കൂടുതൽ ഉണ്ടാകുമോ? 1000 ആയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 100 ഉണ്ടാകുമോ എങ്ങനെ നമ്മൾ തെളിയിക്കുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അപ്പോൾ nth ടേം നമുക്ക് 11n plus 1 ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ 100 ഉണ്ടോ എന്നാണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ അസ്യൂം ചെയ്യുന്നത് 100 ഉണ്ടോ എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ 100th ടേം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 100th ടേം അല്ല, 100 വാല്യൂ അതിലുണ്ടോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം? ഈ അതായത് nth ടേം 100 ആക്കി കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കുക? 11n plus 1 is equal to 100 എന്ന് എഴുതുക. ഓക്കെ, 100 ഇതിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് എന്താക്കാൻ പറ്റുമോ? 11n is equal to 100. ഇനി പ്ലസ് 1ന് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? -1 അല്ലേ? അപ്പോൾ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 99 കിട്ടി അല്ലേ? ഇസ് ഈക്വൽ ടു 11n is equal to 99. അപ്പോൾ n is equal to എന്തായിരിക്കും? n is equal to 99 by 100 ആയിരിക്കും അല്ലേ? സോറി, 99 by 11 അല്ലേ? 99 by 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ എന്താണ് 100 എന്ന് പറഞ്ഞാൽ ആ ടേം ഇതിലുണ്ട് അല്ലേ? ദെൻ നെക്സ്റ്റ് 1000 ആണെങ്കിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈക്വൽ എന്താണ് 1000 ഉണ്ടോ എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000ൻ്റെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം? 11n plus 1 is equal to 1000 എന്ന് കൊടുക്കുക. ഓക്കെ, 11n plus
11n പ്ലസ് ഒരു കോമ ഇട്ട് കൊടുക്കട്ടത് 1000 ആണ് നമ്മൾ എന്താക്കുന്നത് കാണുന്നത് കേട്ടോ. അസ്യൂം ചെയ്യുക 1000 ഉണ്ട് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് എന്താക്കുക ഇതിൽ എന്താക്കുക ഇത് കൊടുത്തു വെക്കുക. ഓക്കെ, അപ്പോൾ എന്താക്കുക 11n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ 11n ഇസ് ഈക്വൽ ടു എന്താ 1000 മൈനസ് പ്ലസ് 1 ഈക്വൽട്ടിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -1 അല്ലേ. അപ്പോൾ -1, അപ്പോൾ 1000 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 900 ഈക്വൽ ടു 999 അല്ലേ. അപ്പോൾ 11n ഇസ് ഈക്വൽ ടു എന്താണ് 999 ആണ് അല്ലേ. അപ്പോൾ n ഇസ് ഈക്വൽ ടു പറഞ്ഞത് നമുക്ക് എങ്ങനെ ഇതാ 999 ബൈ ഡിവൈഡഡ് ബൈ എത്രയാ 11 അല്ലേ. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുക 999 ബൈ 11 ചെയ്ത് എത്ര ആൻസർ കിട്ടുക നമുക്ക്. അപ്പോൾ 999 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ ചെയ്യുക 11 എത്ര 99 9 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഇവിടെ 99 എഴുതുക. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക അത് മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും മൈനസ് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 99 പോയാൽ 0, പിന്നെ ഈ 9 ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. ഇനി 9 നമുക്ക് എന്താക്കുക ഈ 9ൽ 11 ഉണ്ടോ ഇല്ല അല്ലേ, പോയിൻ്റൊക്കെ വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇത് എന്താ പറ്റൂല അല്ലേ. അപ്പോൾ എന്താണ് 1000 എന്ന് പറഞ്ഞ നമ്പർ എന്താണ് ഈ ഇതിലില്ല, ഇതിലില്ല, ഈ 11 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ ടേമിലില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കുക നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം, അങ്ങനെ ആൻസർ ചെയ്യാം 100 ഉണ്ട് അല്ലേ. ദീസ് നമ്പറിൽ എന്താണ് 100 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 100 ഈസ് എമംഗ് ദീസ് നമ്പർ എന്ന് എഴുതാം, ബട്ട് 1000 ഈസ് നോട്ട് എമംഗ് ദീസ് നമ്പർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മലയാളത്തിൽ എങ്ങനെ എഴുതുക 100 എന്ന സംഖ്യ ഇക്കൂട്ടത്തിലുണ്ട്, 1000 ഈ സംഖ്യ ഇക്കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് The numbers 21, 32, 43 etc. are got by starting with 21 and adding 11 again and again. എന്താണ് 21, 32, 43 എക്സെട്ര അങ്ങനത്തെ ഈ സംഖ്യ ഒരു സംഖ്യ അല്ലേ. അത് 21 എന്താക്കുക സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 11 എന്താണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 21നോട് 11 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 32, 32നോട് 11 ആഡ് ചെയ്തപ്പോൾ 43 എന്ന് കിട്ടി. അങ്ങനെ 11 എന്താണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. വാട്ട്സ് റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11. അപ്പോൾ എന്താണ് ഇത് മുകളിൽ തന്നെ അതേ തന്നെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇങ്ങനത്തെ നമ്പറിൽ 11നോട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും റിമൈൻഡർ മലയാളത്തിൽ നോക്കിയാൽ നിങ്ങൾ മലയാളവും ഇവിടെ എന്താണ് 21 നിന്ന് തുടങ്ങി, നേരത്തെ 12 തുടങ്ങിയതായിരുന്നു അല്ലേ. ഇതിപ്പോൾ 21 തുടങ്ങി വീണ്ടും 11 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് 21, 32, 43. അതായത് 21നോട് 11 കൂട്ടിയാൽ എത്രയാണ് 32, 32നോട് 11 കൂട്ടിയാൽ 43, അങ്ങനെ പോകും അല്ലേ. ഈ സംഖ്യകളിൽ ഏതിനെയും 11 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് സംഖ്യയെന്നും 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക റിമൈൻഡർ. റിമൈൻഡർ സീക്രട്ട് എത്ര ആയിരിക്കും. ആദ്യം 21 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കുക. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 11, അപ്പോൾ 1 11 ഈസ് 11, 2 11s are 22. അപ്പോൾ 22 ഇതിലില്ലാണ് അല്ലേ. അപ്പോൾ 1 നമ്മൾ ചെയ്യുക അല്ലേ. 1 11 ഈസ് 11 അല്ലേ. അപ്പോൾ ഇവിടെ 1 എഴുതുക. ഓക്കെ 1 എഴുതി. ഇനി 1 11 ഈസ് 11 എത്ര ഇവിടെ എഴുതുക 11 അല്ലേ. ഓക്കെ, ഇനി നമുക്കിത് മൈനസ് ചെയ്യുക. 21 മൈനസ് 11 എത്രയാണ് 21 മൈനസ് 11 എന്ന് പറയുമ്പോൾ എത്രയാണ് എത്ര 1 1 പോയാൽ എത്രയാണ് 0 അല്ലേ. അപ്പോൾ ഇവിടെ 0 എഴുതുക. അപ്പോൾ 1 1 പോയാൽ ഇവിടെ 0യും 2 1 പോയാൽ എത്രയാണ് 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 10 എന്ന് കിട്ടുക അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയാണ് 10 ആണ് അല്ലേ. ഓക്കെ, ഇത് താഴെയുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് 43 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കൂ. അപ്പോൾ റിമൈൻഡർ 10 തന്നെ 11 ആണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ 11നോട് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫസ്റ്റ് എന്താണോ നമ്മൾ അതിൻ്റെ റിമൈൻഡർ കിട്ടിയിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും എന്ത് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും റിമൈൻഡർ വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 10 കൊടുക്കുക. റൈറ്റ് ദ ജനറൽ ആൾജിബ്രിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ആൾജിബ്രിക് ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കാണുക. ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ എങ്ങനെ ആക്കുക. ഈ 21 ഈസ് ഈക്വൽ ടു പറഞ്ഞ് നമുക്ക് എഴുതാം.
അപ്പോൾ നോക്കി നമുക്ക് 21 നമുക്ക് എന്താക്കി 21 11 + 10 എഴുതി കൂടെ 11 + 10 എന്ന് പറഞ്ഞാൽ 21 അല്ലേ. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ എന്താ 1 × 11 അല്ലേ. 1 × 11 എന്ന് പറഞ്ഞാൽ 11 + 10 അല്ലേ. ദെൻ 32 നമ്മൾ 22 + 10 എഴുതി അല്ലേ. അപ്പോൾ 2 × 11 + 10 എഴുതി. ഓക്കെ 22 പറഞ്ഞാൽ 2 × 11 അല്ലേ. ദെൻ നെക്സ്റ്റ് 43 നമ്മൾ എന്താക്കി 33 + 10 എഴുതി അല്ലേ. അപ്പോൾ 33 നമുക്ക് 3 × 11 എഴുതാം അല്ലേ +10. അപ്പോൾ നമുക്ക് ഇതിൻ്റെ nth ടേം എങ്ങനെ എഴുതാം ആൾജിബ്രിക് ടേം എന്ന് പറയുമ്പോൾ nth ടേം = നേരത്തെ എഴുതിയമായി തന്നെ അല്ലേ. nth ടേം = അപ്പം ഒന്നാമത്തെ ടേമാണ് 1 × 11 + 10 എന്ന് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ ടേമാണെന്ത് 2 × 11 + 10 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേമാണെന്ത് 3 × 11 + 10 എന്ന് പറയുന്നത്. അപ്പം nth ടേം എന്തായിരിക്കും n × എന്താ 11 + 10 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ടാക്കി എന്താ എഴുതാം 11n + 10 എഴുതാം അല്ലേ. അപ്പം 11n + 10 ഏകദേശം നേരത്തെ തന്നെ അല്ലേ. നേരത്തെ എന്താണ് റിമൈൻഡർ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ. അത് റിമൈൻഡർ 10 അല്ലേ. നേരത്തെ റിമൈൻഡർ എത്രയായിരിക്കും നേരത്തെ റിമൈൻഡർ എത്രയായിരുന്നു. നേരത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് റിമൈൻഡർ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരുന്നത് 1 ആയിരുന്നു അല്ലേ. ഓക്കെ അപ്പോൾ സെയിം തന്നെ അല്ലേ. ഇനി എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ആൾജിബ്രിക് ഫോം നമ്മൾ കണ്ടു അല്ലേ. nth ടേം = 11n + 10 എന്ന് കിട്ടി അല്ലേ. ഇനി എന്താ ചോദ്യം ഈസ് 100 എമംഗ് ദിസ് നമ്പർ. ഇതിൽ 100 ഉണ്ടോ. വാട്ട് അബൌട്ട് 1000 ഉണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മലയാളത്തിൽ നോക്കിയേ 100 എന്ന സംഖ്യ കൂട്ടത്തിൽ ഉണ്ടാകുമോ 1000 ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നേരത്തെ ചെക്ക് ചെയ്തമായി തന്നെ എന്താക്കുക ആദ്യം 100ൻ്റെ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ 100ൻ്റെ നമുക്ക് ചെയ്യുമ്പോൾ 100 ഉണ്ടോ നോക്കല്ലേ. അപ്പോൾ nth ടേം = 11n + 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 100 ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ എന്താക്കുക ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ് 100 കൊടുക്കുക അല്ലേ. അപ്പോൾ = 11n + 10 = 100. ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു 11n = ഈ 10 ഈക്വൽറ്റിന് അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ 100 - 10 എഴുതുക. ഓക്കെ അപ്പോൾ 100 - 10 എഴുതുക. അപ്പോൾ 11n = എന്ത് കിട്ടും 100 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 90 അല്ലേ. അപ്പോൾ 11n = എത്രയാ 90 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് n = നമുക്ക് എങ്ങനെ എഴുതാം n = ഈക്വൽറ്റിൻ്റെ അപ്പുറത്തുള്ളതാണ് ആദ്യം എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 19 / 11 അല്ലേ. 90 / 11 എന്ന് പറഞ്ഞാൽ എത്രയാണ് പോയിന്റ് കിട്ടും അല്ലേ. 90 / എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കുക 19 / 11. അപ്പോൾ 90 / 11 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തോ പോയിന്റ് വരും അല്ലേ. 8 പോയിന്റ് സംതിങ് വരും അല്ലേ. അപ്പോൾ എന്താണ് ഈ 100 എന്ന് പറഞ്ഞാൽ ഇതിൽ nth ഇല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് 100 ഈസ് നോട്ട് എമംഗ് ദീസ് നമ്പർ എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ് 1000 മലയാളത്തിൽ എന്താ എഴുതുക 100 ഈ കൂട്ടത്തിലില്ല എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് എന്താണ് 1000 ആണല്ലേ. അപ്പോൾ നിങ്ങൾ താഴെ എഴുതുക കേട്ടോ. എനിക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സൈഡിൽ എഴുതുന്നത് കേട്ടോ. നിങ്ങൾ കൊണ്ട് മുകളിൽ എഴുതരുത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ 1000 ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ എനിക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഇവിടെ വരച്ച് എഴുതുന്നത് കേട്ടോ. ഓക്കെ അല്ലെങ്കിൽ മൊത്തം ഡിലീറ്റ് ആക്കേണ്ടി വരും. അത് നിങ്ങൾ ഇതാക്കുക നിങ്ങളെന്താക്കുക ഇതിനെ താഴെ എഴുതുക കേട്ടോ. ഞാൻ ഡിലീറ്റ് ആക്കേണ്ടിയിരുന്ന പറഞ്ഞത്. ഓക്കെ ദെൻ അപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്താണ് നമുക്ക് 1000 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷനിനെ 11n + 10 = 1000 എന്ന് കൊടുക്കുക. ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും 11n = +10 ഈക്വൽറ്റിന് അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ. എന്താണ് ഈക്വൽറ്റിന് അപ്പുറത്തുള്ള നമ്പറിനാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ 1000. എന്നിട്ട് അപ്പുറത്തുള്ളതിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതാൻ പാടുള്ളൂ -10 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും 11n = 1000 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1000 - 10 എന്ന് പറഞ്ഞാൽ 990 അല്ലേ. 990. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും n = എന്നിനെ മാത്രം അവിടെ നിർത്തി ബാക്കി നമ്പേഴ്സിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകുന്ന ഇതാണ് കേട്ടോ വരുന്നത്. ഓക്കെ അപ്പോൾ n = എന്താ വരിക 919 ആണ് / അടിയിലൊരു വര വരയ്ക്കുക കേട്ടോ. അതുകൊണ്ട് ടീച്ചറോട് സ്ലാഷാണ് വരയ്ക്കുന്നത്. അപ്പോൾ 919 / 11 അല്ലേ. ഓക്കെ അപ്പോൾ 990 / 11 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കൂ. 919 / 11 ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ കിട്ടുക എന്നിൻ്റെ വാല്യൂ n = നമുക്ക് എന്ത് കിട്ടും 90 ഇത് കിട്ടും അല്ലേ. അപ്പം എന്തൊക്കെ പറയാം 1000 ഇതിലുണ്ട് അല്ലേ. അപ്പോൾ 1000 ഈസ് എങ്ങനെ നമുക്ക് അതിൻ്റെ ഇത്
1000 ഉണ്ടോന്നല്ല അല്ലേ? അപ്പോൾ എന്താ 1000 ഈസ് എമംഗ് ദിസ് നമ്പർ എന്ന് എഴുതുക കേട്ടോ. ദെർഫോർ 1000 ഈസ് എമംഗ് ദിസ് നമ്പർ എന്ന് എഴുതുക. ഹെൻസ് എന്ന് കൊടുത്തിട്ട് എഴുതുക. ഹെൻസ് 1000 ഈസ് എമംഗ് ദിസ് നമ്പർ. among this number. ഓക്കെ, മലയാളത്തിലുള്ളവർ എന്താ എഴുതുക? ഇതിൽ 1000 എന്ന് പറഞ്ഞ സംഖ്യ എന്താണ് ഈ ഇതിലുണ്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് നോക്കിയേ. അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? അടുത്തത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.